കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ ന്യായ് യാത്ര കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത്. ഇനി രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ സമയം തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ വോട്ടർമാർക്കൊപ്പം സമയം ചിലവഴിക്കാം. 63 ദിവസത്തെ ഭാരത് ജോഡോ യാത്രയാണ് കഴിഞ്ഞ ദിവസം സമാപിച്ചത്. മുംബൈയിലെ സമാപന സമ്മേളനത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളെല്ലാം സമാപന വേദിയിൽ എത്തിയിരുന്നു. ഭാരത് ജോഡോ യാത്ര നടത്തിയത് കോൺഗ്രസ് തനിച്ചല്ലെന്നും പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായാണെന്നുമാണ് സമാപന വേദി രാഹുൽ ഗാന്ധി പറഞ്ഞത്. മോദിക്കെതിരെ ആ വേദിയിൽ വെച്ച് രാഹുൽ തുറന്നടിച്ചു. എല്ലാവരും മോദി എന്ന വ്യക്തിക്കെതിരെ പോരാടുകയല്ല, എല്ലാ കക്ഷികളും ചേർന്ന് ഒരു പാർട്ടിയെ എതിർക്കുകയുമല്ല, ഒരു ശക്തിക്കെതിരെയാണ് പോരാട്ടം. നരേന്ദ്രമോദി വെറും മുഖം മൂടിയാണ്, ബോളിവുഡിനെ വെല്ലുന്ന നടനാണ് മോദി എന്നാണ് രാഹുൽ തുറന്നടിച്ചത്. മുംബൈയിൽ ശിവാജി പാർക്കിൽ നടന്ന പരിപാടിയിൽ തേജസ്വി യാദവ്, MK സ്റ്റാലിൻ, സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, ശരത് പവാർ, പ്രിയങ്ക ഗാന്ധി, ഉദ്ധവ് താക്കറെ, മെഹബൂബ മുഫ്തി തുടങ്ങി നിരവധി പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുത്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണം ആരംഭിക്കുന്ന അവസരത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ എക്കാലത്തെയും വലിയ ശക്തി പ്രകടനമായാണ് ഈ പരിപാടി വിലയിരുത്തപ്പെടുന്നതെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി സംസാരിച്ചു. മാത്രമല്ല, ഭരണഘടന മാറ്റാൻ വേണ്ടിയാണ് BJP 400-ലധികം ലോക്സഭാ സീറ്റുകൾ നേടുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധിയുടെ പേരിലെ ഗാന്ധിയെ BJPയിലെ ആളുകൾക്ക് ഭയമാണ് എന്നും മുഫ്തി തുറന്നടിച്ചു. കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ BJPക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. മുംബൈയിൽ നടന്ന ഇന്ത്യ ബ്ലോക്കിന്റെ യോഗത്തെ സൂചിപ്പിച്ച് പ്രധാനമന്ത്രി മോദി കോൺഗ്രസിന്റെ അജണ്ട അതിന്റെ പങ്കാളികളെ ഉപയോഗിക്കുകയും തള്ളുകയും ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. NDAയെ ഞങ്ങൾ എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകുന്നു, എന്നാൽ മറുവശത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരേയൊരു അജണ്ട സഖ്യകക്ഷികളെ ഉപയോഗിക്കുകയും എറിയുകയും ചെയ്യുക എന്നതാണെന്നാണ് മോദി പറഞ്ഞത്. അതേസമയം ഇതിനു മറുപടിയായി ഇന്ത്യ സഖ്യത്തിന്റെ പോരാട്ടം വ്യക്തിപരമായി പ്രധാനമന്ത്രി മോദിക്കോ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് എതിരെയല്ലെന്നും മറിച്ച് വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന് എതിരെയാണ് എന്നും രാഷ്ട്രീയ നേതാവ് തേജസ്വി യാദവ് പറഞ്ഞിരുന്നു. മഹാത്മാഗാന്ധി മുംബൈയിൽ നിന്നാണ് ക്വിറ്റ് ഇന്ത്യ ആഹ്വാനം നൽകിയതെന്നും അതിനാൽ BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഇന്ത്യൻ ബ്ലോക്കിന്റെ നേതാക്കൾ മുംബൈയിൽ നിന്ന് അത് ചെയ്യണമെന്നും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ ശരത് പവാറും തുറന്നടിച്ചു. അതേസമയം 6700 കിലോമീറ്റർ പിന്നിട്ടാണ് ജോഡോ യാത്ര മുംബൈയിലെത്തിയത്. കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇല്ലാത്തത് കൊണ്ട് ഇതുവരെ പ്രചരണത്തിലേക്ക് ശക്തമായി കടന്നിട്ടില്ല. ഇത് പാർട്ടിയുടെ പല മുന്നൊരുക്കങ്ങളെയും താളം തെറ്റിക്കുന്നുമുണ്ട്. ഇതെല്ലാം രാഹുലിന്റെ യാത്ര കാരണം സംഭവിച്ചതാണെന്ന വിമർശനവുമുണ്ട്. രാഹുലിന്റെ യാത്രയുടെ സമാപനം പ്രതിപക്ഷ ഐക്യത്തിനുള്ള വേദിയായി മാറി. മാത്രമല്ല, പ്രതിപക്ഷം ഒറ്റക്കെട്ടാണെന്ന സന്ദേശവും ഇതിലൂടെ നൽകുകയായിരുന്നു. പ്രചാരണത്തിലേക്ക് കടക്കും മുൻപ് ഇത്തരമൊരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും പ്രതിപക്ഷത്തിന് ആവശ്യമായിരുന്നു. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ജനുവരി 14-നാണ് യാത്ര ആരംഭിച്ചത്. ഇതിനോടകം 100-ലധികം ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് യാത്ര പ്രഖ്യാപിച്ചിരുന്നത്. നേരത്തെ കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള രാഹുലിന്റെ യാത്ര വലിയ വിജയമായിരുന്നു. തെലങ്കാനയിലും കർണാടകയിലും പാർട്ടി നേടിയ വിജയങ്ങളുടെ ക്രെഡിറ്റ് ഈ യാത്രയ്ക്കാണെന്നും കോൺഗ്രസ് അവകാശപ്പെട്ടിരുന്നു.